നമ്മുടെ ഹൾക്ക് ഗ്രീക്ക് ദേവനായ ഹെർക്കുലീസിനെ കൊന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ കഥ ഹൾക്കിൻ്റെ ഈവൽ വെർഷനായ മൈസ്ട്രോ ഹൾക്കിൻ്റെ ഒറിജിൻ സ്റ്റോറിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം. ഈ ഒരു കഥയിൽ ഭീകരവാദികൾ കാരണം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയും അതുവഴി വലിയ ന്യൂക്ലിയർ മിസൈലുകളുടെയും ബോംബുകളുടെയും പൊട്ടിത്തെറി കാരണം കുറേ സാധാരണ ആളുകളും സൂപ്പർ ഹീറോസുകളും വില്ലന്മാരും എല്ലാം മരിച്ചു പോകും. ആ ഒരു സമയത്ത് സൂപ്പർ വില്ലനായ മോഡോക്കിൻ്റെ തടവിലായിരിക്കും നമ്മുടെ ഹൾക്ക്. ഹൾക്കിൻ്റെ മൈൻഡിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഹൾക്കിനെ മോഡോക്ക് ഉറക്കിക്കെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കണ്ണു തുറന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഹൾക്ക് മോഡോക്കിൻ്റെ അടുത്തുനിന്ന് തന്നെ പുറം ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയും. അന്നു മുതൽ ലോകത്തിൽ യുദ്ധവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കി ഭൂമിയെ ഈ കോലത്തിലാക്കിയ മനുഷ്യന്മാരോട് ഹൾക്കിന് വെറുപ്പ് തോന്നുവാനും തുടങ്ങും. മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഡിസ്റ്റോപ്പിയ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ മൈസ്ട്രോ എന്ന പേരുള്ള ഒരുത്തനാണ് ഭരണം നടത്തുന്നതെന്നറിഞ്ഞ് ഹൾക്ക് അപ്പോൾ തന്നെ അത് ആരാണെന്ന് അറിയുവാനായി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി മൈസ്ട്രോയെ നേരിൽ കണ്ടു. മൈസ്ട്രോയെ കണ്ടപ്പോൾ തന്നെ ഹൾക്ക് ആകെ ഞെട്ടിപ്പോയി. കാരണം കുറേ വർഷങ്ങളായി ന്യൂയോർക്ക് സിറ്റിയിൽ അഥവാ ഡിസ്റ്റോപ്പിയയിൽ ആളുകളുടെ രാജാവായി ജീവിക്കുന്നത് നമ്മുടെ ഹെർക്കുലീസാണ്. ഹൾക്കിനെ നേരിൽ കണ്ട ഹെർക്കുലീസിന് വളരെയധികം സന്തോഷമാവുകയും ഹൾക്കിനെ ചെന്ന് ഹെർക്കുലീസ് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എന്നിട്ട് ഹൾക്കിനിട്ട് ഹെർക്കുലീസ് എടുത്തിട്ട് അടി കൊടുക്കുകയും ചെയ്തു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ, കുറേ വർഷമായി ന്യൂയോർക്കിൽ അഥവാ ഡിസ്റ്റോപ്പിയയിൽ വന്ന് രാജാവായി ജീവിക്കുന്നുണ്ടെങ്കിലും ഹെർക്കുലീസിന് ചെറിയൊരു ബോറടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരന് മറ്റുള്ളവരുമായി ഫൈറ്റ് ചെയ്ത് അഥവാ ബോക്സിംഗ് ഒക്കെ ചെയ്ത് കളിക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. പക്ഷെ കുറേ വർഷങ്ങളായിട്ട് തനിക്ക് പറ്റിയ ബലവാനായ ഒരു എതിരാളിയെ ഹെർക്കുലീസിന് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഹൾക്കിനെ വർഷങ്ങൾക്ക് ശേഷം നേരിൽ കണ്ടപ്പോൾ തന്നെ ഇനിയുള്ള കാലം ഹൾക്കിനോട് ഇഷ്ടമുള്ള സമയത്തൊക്കെ വെറുതെ അടിയുണ്ടാക്കാമല്ലോ എന്ന സന്തോഷത്തിലാണ് ഹെർക്കുലീസ് ഇപ്പോൾ ഹൾക്കിനെ തല്ലുന്നത്. അങ്ങനെ കൊട്ടാരത്തിൽ തുടങ്ങിയ ആ തല്ല് നടുറോട്ടിൽ വരെ അവസാനിക്കാതെ തുടരുകയാണ്. ഹെർക്കുലീസിനോട് തിരിച്ചടിക്കാൻ ഹൾക്ക് നോക്കുന്നുണ്ടെങ്കിലും ഹൾക്കിൻ്റെ അടിയൊന്നും ഹെർക്കുലീസിനെ വേദനിപ്പിക്കുന്നു പോലുമില്ല. മാത്രമല്ല, ഫൈറ്റിൻ്റെ ഇടയിൽ റോഡിൻ്റെ അടിയിലുള്ള ടണലിലേക്ക് ചെന്ന് വീണ ഹൾക്കിൻ്റെ അടുത്തേക്ക് ഹൾക്കിൻ്റെ കൂട്ടുകാരനായ റിക് ജോണിൻ്റെ ആളുകൾ കടന്നു വരികയും റിക് ജോണിന് ഹൾക്കിനെ നേരിൽ കാണണമെന്ന് ഹൾക്കിനോട് പറഞ്ഞപ്പോൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം റിക് ജോണിനെ നേരിൽ കാണുവാനായി ഹെർക്കുലീസുമായുള്ള ഫൈറ്റെല്ലാം അവസാനിപ്പിച്ച് ഹൾക്ക് റിക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മരിച്ചുപോയ സൂപ്പർ ഹീറോസുകളുടെയും വില്ലന്മാരുടെയും വസ്തുക്കളും മറ്റും ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുകയാണ് ഇപ്പോൾ റിക് ജോൺ ചെയ്യുന്നത്. മാത്രമല്ല, റിക് ജോണും പുള്ളിക്കാരൻ്റെ കീഴിലുള്ള ആളുകളും ഹെർക്കുലീസിൻ്റെ ഭരണത്തിനെതിരെ പോരാടുന്നവരാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഹെർക്കുലീസ് പണ്ട് മൂന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ആളൊരു നല്ലവനൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ കണ്ണിൽ കാണുന്ന പെണ്ണുങ്ങളുമായി ഡിങ്കോൾഫിൽ ഏർപ്പെടുന്നതും മദ്യം കുടിക്കുന്നതുമാണ് ഹെർക്കുലീസിൻ്റെ ഹോബി. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവൻ്റെ കീഴിലുള്ള ആളുകളെപ്പറ്റി ഹെർക്കുലീസ് ചിന്തിക്കുന്നത് പോലുമില്ല. അവനെതിരെ ശബ്ദം ഉയർത്തുവാൻ ആർക്കും ധൈര്യവുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഹെർക്കുലീസിൻ്റെ ഭരണത്തിനെതിരെ പോരാടുവാൻ റിക്കും അവൻ്റെ ആളുകളും തീരുമാനിച്ചത്. പക്ഷെ നമ്മുടെ ഹൾക്കാണെങ്കിൽ ഹെർക്കുലീസിൻ്റെ ഭരണത്തിൽ തെറ്റൊന്നുമില്ല എന്നും ഈ പരട്ട മനുഷ്യന്മാർ കാരണമാണ് ഈ ഭൂമി ഇങ്ങനെ മാറിയതെന്നും അതുകൊണ്ട് ഈ മനുഷ്യന്മാരെ സഹായിക്കാതെ അവരുടെ മേലിൽ ഭരണമൊക്കെ നടത്തി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ സ്വന്തം ജീവിതം ആഘോഷിച്ച് ഹെർക്കുലീസ് ജീവിക്കുന്നതെല്ലാം നല്ല കാര്യമാണെന്നും അതൊന്നും തെറ്റൊന്നുമല്ല എന്ന് ഹൾക്ക് റിക്കിനോട് പറയുകയാണ്. മാത്രമല്ല, അവിടെ വെച്ച് ഹൾക്ക് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഹെർക്കുലീസിൻ്റെ രാജ്യം തട്ടിയെടുത്ത് ഒരു രാജാവായി മാറി മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്തുവാനാണ് ഹൾക്ക് ഇപ്പോൾ തീരുമാനിച്ചത്. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആൽക്കമാക്സ് എന്ന കെട്ടിടത്തിലെ ടെക്നോളജി എല്ലാം ഉപയോഗിച്ച് ഡോഗ്സ് ഓഫ് വാർ എന്ന പേരിൽ കുറേ റോബോട്ടിക് പട്ടികളെയും അവിടെ ആ ലാബിൽ പരീക്ഷണത്തിനായി സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കി ഉറക്കിക്കെടുത്തിരിക്കുന്ന മനുഷ്യന്മാരെ പോലെയുള്ള ആളുകളെയും കൊണ്ട് ഹൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെയുള്ള ജനങ്ങളോടെല്ലാം ഇനി മുതൽ താനാണ് നിങ്ങളുടെ രാജാവെന്നും തൻ്റെ കീഴിൽ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കുവാൻ തയ്യാറാണോ എന്ന് മര്യാദയ്ക്ക് ഹൾക്ക് ജനങ്ങളോട് ചോദിച്ചതും അവിടെയുള്ള ജനങ്ങളാരും ഹൾക്കിൻ്റെ കീഴിൽ ജീവിക്കുവാൻ തയ്യാറായില്ല. അത് കണ്ടതും അപ്പോൾ തന്നെ ഹൾക്ക് തൻ്റെ ആ റോബോട്ടിക് പട്ടികളെയും ആളുകളെയും കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ കൊല്ലാൻ തുടങ്ങുകയാണ്. ഇതേ സമയം ഹൾക്ക് സിറ്റിയിൽ വന്ന് തൻ്റെ രാജ്യം തട്ടിയെടുക്കാൻ നോക്കുന്നതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ഹെർക്കുലീസ് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ ഹെർക്കുലീസും ഹൾക്കും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്. ആ ഒരു ഫൈറ്റിൽ ഹൾക്കിനെ കാലേ വാരി നിലത്തടിക്കുകയാണ് നമ്മുടെ ഹെർക്കുലീസ്. ഹൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഹെർക്കുലീസിനെ ഒന്ന് വേദനിപ്പിക്കാൻ പോലും ഹൾക്കിന് സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹൾക്കിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഹെർക്കുലീസ് ആണെങ്കിൽ, ബ്രൂസ് ബാനറിൻ്റെ ബ്രെയിനാണ് ഇപ്പോൾ നിൻ്റെ തലയിലുള്ളതെന്നും അതുകൊണ്ടാണ് നിനക്ക് പഴയതുപോലെ വളരെയധികം ദേഷ്യം വന്ന് തിരിച്ചടിക്കാൻ സാധിക്കാത്തതെന്നും പഴയ ഹൾക്കായിരുന്നു നീയെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ഫൈറ്റ് ഇത്രയും പെട്ടെന്ന് അവസാനിക്കില്ല എന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ തോൽവി സമ്മതിച്ച് തൻ്റെ മുന്നിൽ കീഴടങ്ങുവാനും ഇല്ലെങ്കിൽ നിന്നെ താൻ കൊല്ലുമെന്ന് ഹൾക്കിനോട് ഹെർക്കുലീസ് പറഞ്ഞതും അപ്പോൾ തന്നെ ഹെർക്കുലീസിനോട് തന്നെ ഒന്നും ചെയ്യരുതെന്നും താൻ അറിയാതെ ചെയ്ത തെറ്റാണിതെന്നും താൻ ഒരിക്കലും നിനക്കെതിരെ നിൽക്കുവാൻ പാടില്ലായിരുന്നുവെന്നും
തനിക്കൊരു തെറ്റ് പറ്റിയതാണെന്നും നമുക്ക് പണ്ടത്തെ പോലെ ഫ്രണ്ട്സ് ആകാമെന്നും തന്നോട് ക്ഷമിക്കാനും ഹൾക്ക് ഹെർക്കുലീസിനോട് പറഞ്ഞതും ഹെർക്കുലീസ് ഹൾക്കിനോട് ക്ഷമിക്കുകയാണ്. മാത്രമല്ല ഹൾക്കിനോട് തൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരുവാനും നമുക്ക് കള്ളൊക്കെ കുടിച്ച് വെറുതെ ആഘോഷിക്കാമെന്നും അവിടെയുള്ള പെണ്ണുങ്ങളുമായി നമുക്ക് ഡിങ്കോൾഫിയിലേക്ക് ഏർപ്പെടാമെന്ന് ഹെർക്കുലീസ് ഹൾക്കിനോട് പറയുകയാണ്. പക്ഷെ നമ്മുടെ ഹൾക്കാണെങ്കിൽ ഇപ്പോൾ താൻ വരുന്നില്ല എന്നും പക്ഷെ ഉടനെ തന്നെ ഞാൻ വരുമെന്നും അന്ന് എൻ്റെ അടുത്ത് നിനക്ക് തരുവാൻ ഒരു ഗിഫ്റ്റ് ഉണ്ടാകുമെന്ന് ഹൾക്ക് ഹെർക്കുലീസിനോട് പറയുകയാണ്. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹൾക്ക് ഹെർക്കുലീസിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു പെണ്ണിനെയും കൊണ്ട് ചെന്നിട്ട് ഇവളുടെ പേര് ആനെന്നാണെന്നും ഇവൾ നിൻ്റെ വലിയൊരു ഫാനാണെന്നും ഇവൾ നിന്നെ കാണുവാനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ഇതാണ് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് ഹെർക്കുലീസിനോട് ഹൾക്ക് പറയുകയാണ്. ആനിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഹെർക്കുലീസ് അപ്പോൾ തന്നെ ആ പെണ്ണുമായി ഡിങ്കോൾഫിയിൽ ഏർപ്പെടുവാനായി പുള്ളിക്കാരിയുമായി തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ തൻ്റെ മുറിയിലെത്തി ആനുമായി ഡിങ്കോൾഫിൽ ഏർപ്പെടുവാൻ ഹെർക്കുലീസ് പോയപ്പോഴാണ് ഹൾക്ക് തന്നെ കൊല്ലാനാണ് ഈ പെണ്ണിനെ ശരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെന്ന കാര്യം ഹെർക്കുലീസ് തിരിച്ചറിഞ്ഞത്. ശരിക്കും ഈ ആനെന്ന പെണ്ണ് വേപ്പർ എന്ന സൂപ്പർ വില്ലത്തിയാണ്. പുള്ളിക്കാരി ഇപ്പോൾ തൻ്റെ ആ ശരീരം ഒരു പ്രത്യേക വിഷമടങ്ങിയ ഗ്യാസിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഹെർക്കുലീസിൻ്റെ വായിലേക്കും മൂക്കിലേക്കും മുഴുവനായും കയറുകയാണ്. അങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിൽ വിഷം കയറിയപ്പോൾ തന്നെ ഹെർക്കുലീസ് അപ്പോൾ തന്നെ മരിക്കുകയാണ്. അങ്ങനെ ഹെർക്കുലീസ് മരിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ദേഹത്തു നിന്നും പുറത്തു വന്ന വേപ്പറിനെ അപ്പോൾ തന്നെ നമ്മുടെ ഹൾക്ക് ഓടി വന്ന് ഒരു പ്രത്യേക വെപ്പൺ ഉപയോഗിച്ച് കല്ലാക്കി മാറ്റിയിട്ട് വേപ്പറിനെ ഇടിച്ച് പൊട്ടിച്ച് കളയുകയാണ്. എന്നിട്ട് അവിടെ കിടക്കുന്ന ഹെർക്കുലീസ് ശരിക്കും മരിച്ചോ എന്ന് പരിശോധിച്ചിട്ട് എന്നെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്നും ദൈവങ്ങൾ വേണ്ടത് സ്വർഗത്തിലാണെന്നും അല്ലാതെ ഭൂമിയിലല്ല എന്നും അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പൊയ്ക്കോളാൻ ചത്തു കിടക്കുന്ന ഹെർക്കുലീസിനോട് ഹൾക്ക് പറയുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെർക്കുലീസിനെ ശാരീരികമായി തോൽപ്പിക്കുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മുടെ ഹൾക്ക് വേപ്പറിനെ ഉപയോഗിച്ച് ഹെർക്കുലീസിന് വിഷം നൽകി കൊന്നത്. എന്നിട്ട് വേപ്പറിൻ്റെ സ്വഭാവം ഹൾക്കിന് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ തന്നെ സഹായിച്ച വേപ്പറിനെ വെറുതെ ഹൾക്ക് കൊന്നുകളയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഹെർക്കുലീസിൻ്റെ ശവശരീരം ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കത്തിച്ച് ഇല്ലാതെയാക്കുവാൻ ഹൾക്ക് തുടങ്ങുകയാണ്. എന്നിട്ട് അവിടെയുള്ള ജനങ്ങളോട് ഇനി മുതൽ താനാണ് നിങ്ങളുടെ രാജാവെന്ന് ഹൾക്ക് സ്വയം പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള ജനങ്ങളാരും അതിനോട് യോജിക്കുന്നില്ല. ഒരു എലക്ഷൻ വെച്ച് പുതിയ ലീഡറിനെ കണ്ടെത്താമെന്ന് അവരെല്ലാവരും ഹൾക്കിനോട് തിരിച്ചു പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന ഹൾക്കാണെങ്കിൽ ഹെർക്കുലീസ് നിൻ്റെയൊക്കെ രാജാവായത് എലക്ഷൻ വഴിയാണോടാ തെണ്ടികളെ എന്ന് ചോദിച്ച് അവിടെയുള്ള ആളുകളെയെല്ലാം തൻ്റെ റോബോട്ടിക് പട്ടികളെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ഹൾക്കിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഹൾക്കുമായി തെറ്റിപ്പിരിഞ്ഞ ഹൾക്കിൻ്റെ കൂട്ടുകാരനായ റിക് ജോണിൻ്റെ കീഴിലുള്ള ആളുകൾ ഹൾക്കിനെ കൊല്ലാൻ സാധിക്കുന്ന ഒരു പ്രത്യേക തോക്കും കൊണ്ട് അവിടേക്ക് വന്ന് ഹൾക്കിനെ കൊല്ലാൻ നോക്കുമെങ്കിലും നമ്മുടെ ഹൾക്ക് റിക് ജോണിൻ്റെ ആളുകളെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ അവിടെ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെർക്കുലീസിൻ്റെ ശരീരത്തിന് ജീവൻ വരികയാണ്. അത് കണ്ട് ഞെട്ടിപ്പോയ ഹൾക്ക് നീ മരിച്ചു പോയതല്ലേ എന്നും പിന്നെ നിനക്ക് എങ്ങനെ ജീവൻ വെച്ചുവെന്ന് പേടിച്ചു പറിച്ച് ഹൾക്ക് ഹെർക്കുലീസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഹൾക്കിനോട് നീ എന്നെ ആ പരട്ട പെണ്ണിനെ ഉപയോഗിച്ച് കൊന്നുവെങ്കിലും പാതാളത്തിൻ്റെ മരണത്തിൻ്റെ ദേവനും എൻ്റെ അങ്കിളുമായ ഹേഡീസിനോട് നിന്നെ കൊല്ലാനായ ഒരു അവസരം താൻ ചോദിച്ചു വാങ്ങിയിട്ടാണ് തൽക്കാലമായി എൻ്റെ ആത്മാവ് തിരിച്ച് ഈ ശരീരത്തിൽ കയറിയതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഹെർക്കുലീസ് ഹൾക്കിനെ കൊല്ലാൻ നോക്കുകയാണ്. കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ഹെർക്കുലീസിനെ സിമ്പിളായി അടിച്ചു കൊല്ലാൻ ഹൾക്ക് നോക്കിയെങ്കിലും ഹൾക്കിനിട്ട് ഹെർക്കുലീസ് എടുത്തിട്ട് അടിക്കുകയാണ്. പക്ഷേ ആ ഫൈറ്റിനിടയിൽ ഹെർക്കുലീസിനെ ഒട്ടും ഇഷ്ടമില്ലാതെ ഹെർക്കുലീസിൻ്റെ കീഴിൽ ഇത്രയും നാളും ജോലി ചെയ്തുകൊണ്ടിരുന്ന മിനിസ്റ്റർ എന്ന ഒരുത്തൻ ഹൾക്കിനെ കൊല്ലാനായി റിക് ജോണിൻ്റെ ആളുകൾ നേരത്തെ കൊണ്ടുവന്ന ആ വെപ്പൺ ഉപയോഗിച്ച് ഹെർക്കുലീസിനെ വെടിവെച്ച് പൂർണ്ണമായും ഹെർക്കുലീസിനെ കത്തിച്ച് ഇല്ലാതെയാക്കുകയാണ്. എന്നിട്ട് ആ വെപ്പൺ മിനിസ്റ്റർ ഹൾക്കിന് കൊടുത്ത് ഹൾക്കിൻ്റെ കീഴിൽ ജോലിക്ക് കയറുകയാണ്. അങ്ങനെ ഹെർക്കുലീസിൻ്റെ ശല്യം പൂർണ്ണമായും തീർന്നതും ഹൾക്ക് നേരെ റിക് ജോണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിക് ജോൺ ഇത്രയും കാലം ഈ വെപ്പൺ കൈവശം വെച്ചതിനാൽ റിക്കിനെ കൊല്ലാനാണ് ഇപ്പോൾ ഹൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പക്ഷേ റിക്കിൻ്റെ താവളത്തിലേക്ക് ഹൾക്ക് ചെന്നുവെങ്കിലും റിക്കും അവൻ്റെ ആളുകളും ഹൾക്ക് വരുന്നതിന് മുമ്പ് അവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു. മാത്രമല്ല അവിടെ വന്ന ഹൾക്കിനെ എവിടെ നിന്നോ റിക് ജോൺ വീഡിയോ കോണ്ടാക്ട് ചെയ്തിട്ട് ഹൾക്കിനോട് സംസാരിച്ച് പുള്ളിക്കാരൻ്റെ മനസ്സ് മാറ്റുവാൻ റിക്ക് നോക്കിയെങ്കിലും ഹൾക്കിൻ്റെ മനസ്സ് മാറ്റുവാൻ റിക്കിന് സാധിക്കുന്നില്ല. അന്നേരം തന്നെ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് റിക്ക് ഹൾക്കിനെ കൊല്ലാൻ നോക്കുമെങ്കിലും ആ ബോംബ് പൊട്ടിത്തെറിയിൽ നിന്നല്ല ഹൾക്ക് സിമ്പിളായി രക്ഷപ്പെടുകയാണ്. മാത്രമല്ല പിന്നീട് തൻ്റെ കീഴിൽ ജോലിക്ക് കയറിയ മിനിസ്റ്ററിനോട് ഇന്നു മുതൽ ഇവിടുത്തെ രാജാവ് താനാണെന്നും ഇനി മുതൽ എന്നെ നീയും ഇവിടെയുള്ള എല്ലാവരും മൈസ്ട്രോ എന്നാണ് വിളിക്കേണ്ടതെന്ന് ഹൾക്ക് അഥവാ മൈസ്ട്രോ ഹൾക്ക് പറയുകയാണ്. അങ്ങനെ ഡിസ്റ്റോപ്പിയയുടെ പുതിയ രാജാവായി നമ്മുടെ ഹൾക്ക് അഥവാ മൈസ്ട്രോ ഹൾക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.